പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TJS ജോർജ് ഒരു നോവൽ എഴുതാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു നോവൽ അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. പക്ഷെ ആ നോവൽ പൂർത്തിയാക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞില്ല. ഒരുപക്ഷെ TJS ജോർജ് ഒരു നോവൽ എഴുതാൻ ശ്രമിച്ചിരുന്നു എന്ന വസ്തുത പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു രഹസ്യമാണ്. ആ രഹസ്യം പുറത്തുവിട്ടത് മകനാണ്, ജീത് തയ്യിലാണ്. TJS ജോർജ് തൻ്റെ പ്രതിഭ തെളിയിച്ചത് പത്രപ്രവർത്തനത്തിലാണ്. വർഷങ്ങളോളം നീണ്ട പത്രപ്രവർത്തനം ഇന്ത്യയിലും വിദേശത്തും. ഹോങ്കോങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരധ്യായമാണ് TJS ജോർജ്. ആർക്കും മുന്നിൽ തലകുനിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം, ധാർമ്മികതയുടെ ആൾരൂപം, പ്രതിബദ്ധതയുടെ പ്രസക്തിയാണ് തൻ്റെ ജീവിതം കൊണ്ട് TJS തെളിയിച്ചത്. TJS നോവൽ എഴുതിയില്ലെങ്കിൽ പോലും മഹത്തായ ജീവചരിത്ര രചനകളിലൂടെ ഇന്ത്യൻ സാഹിത്യത്തിന്, ഇന്ത്യൻ അക്ഷര ലോകത്തിന് അദ്ദേഹം വലിയ സംഭാവനകളാണ് അർപ്പിച്ചത്. VK കൃഷ്ണമേനോന്റെ ജീവചരിത്ര രചനയിലൂടെയാണ് അദ്ദേഹം ആ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത്. രണ്ടാമതായിട്ട് ബോളിവുഡ് നടി നർഗീസിന്റെ ജീവിതത്തെ പറ്റി, ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് നർഗീസ്, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. മലയാളി പത്രപ്രവർത്തകൻ പോത്തൻ ജോസഫിന്റെ ജീവിതത്തെ പറ്റി, അവസാനം MS സുബ്ബലക്ഷ്മിയുടെ സംഗീത ജീവിതത്തെ പറ്റിയും വ്യക്തി ജീവിതത്തെ പറ്റിയും അസാധാരണവും ഉജ്ജ്വലവുമായ ഒരു ജീവചരിത്രം കൂടി അദ്ദേഹം സംഭാവന ചെയ്തു. പത്രപ്രവർത്തനത്തെ പറ്റി മറ്റനേകം പുസ്തകങ്ങളുണ്ട്. രാഷ്ട്രതന്ത്രത്തെ പറ്റി ഒട്ടനേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത പുസ്തകങ്ങളിലൂടെ, പത്രപ്രവർത്തനത്തിൻ്റെ പ്രത്യേക അധ്യായങ്ങളിലൂടെ തൻ്റെ സ്വന്തം വ്യക്തിമുദ്ര ഈ ലോകത്ത് പതിപ്പിക്കാൻ, ചരിത്രത്തിൽ പതിപ്പിക്കാൻ TJS ജോർജിന് കഴിഞ്ഞു. TJS ജോർജ് എഴുതാൻ ആഗ്രഹിച്ച നോവൽ അദ്ദേഹം പൂർത്തിയാക്കിയില്ലെങ്കിൽ പോലും മകൻ ജീത് തയ്യിൽ ഇതിനോടകം 4 നോവലുകൾ എഴുതി കഴിഞ്ഞു. 5ാമത്തെ പുസ്തകം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് നോവലാകുമ്പോൾ തന്നെ ഒരു ഡോക്യുമെൻ്ററി നോവൽ, ഭാവനയുടെ പുനഃസൃഷ്ടി, ഒപ്പം യാഥാർത്ഥ്യത്തിൻ്റെയും പുനഃസൃഷ്ടി. ദ എൽസ്വേറിയൻസ് എന്നാണ് ജീത് തയ്യിലിൻ്റെ പുതിയ നോവലിൻ്റെ പേര്, ഡോക്യുമെൻ്ററി നോവലിൻ്റെ പേര്, ദ എൽസ്വേറിയൻസ്. ഈ പുസ്തകം ഒരു നോവലായിരിക്കുമ്പോൾ തന്നെ അത് ജീവചരിത്രമാണ്, ആത്മകഥയാണ്. ഈ നോവലിലെ പ്രധാന കഥാപാത്രം TJS ജോർജ് തന്നെയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ, ജീത് തയ്യിലിൻ്റെ അമ്മ അമ്മു ജോർജും ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ്. അമ്മു ജോർജിനാണ് ഈ നോവൽ ജീത് തയ്യിൽ സമർപ്പിച്ചിരിക്കുന്നത്. സാധാരണ പുസ്തകങ്ങൾക്ക് മുമ്പ് എഴുത്തുകാർ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഈ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് യാദൃച്ഛികം മാത്രമായിരിക്കും. അത് ഒരു പൊതു കീഴ്വഴക്കമാണ്. അപൂർവമായി മാത്രം പറഞ്ഞിട്ടുണ്ട്, ഈ കഥയിലെ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളുമായിട്ട് നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ അത് യാദൃച്ഛികമല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഇത് രണ്ടുമല്ല ജീത് തയ്യിൽ തിരഞ്ഞെടുക്കുന്ന വഴി. ഈ നോവലിൽ ചില ചിത്രങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചില പേരുകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രങ്ങളും പേരുകളും നമുക്ക് പരിചിതമാണ്. TJS ജോർജ്, അമ്മു ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ. പക്ഷേ ജീത് തയ്യിൽ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്, ഈ പേരുകളെ നിങ്ങൾ യാഥാർത്ഥ്യമായി കാണരുത്. ഈ പേരുകളും ചിത്രങ്ങളും തികച്ചും ഭാവന മാത്രമാണ്. അതേസമയം ഈ നോവലിൽ ഞാൻ ഭാവനയിൽ നിന്നും സൃഷ്ടിച്ച ചില കഥാപാത്രങ്ങളുണ്ട്. അവരെ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള വ്യക്തികളായി തന്നെ എടുക്കാം. ഒരു വശത്ത് ഫാക്ട്, ഒരു വശത്ത് ഫിക്ഷൻ. യാഥാർത്ഥ്യത്തിനും ഭാവനയ്ക്കും ഇടയിലൂടെയാണ് ഈ നോവലിൽ ജീത് തയ്യിൽ സഞ്ചരിക്കുന്നത്. അതിന് കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. സത്യം കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി അതുമാത്രമാണ്. യാഥാർത്ഥ്യത്തിനും ഭാവനയ്ക്കും ഇടയിലാണ്, കഥയ്ക്കും കെട്ടുകഥയ്ക്കും ഇടയിലാണ് യഥാർത്ഥ സത്യം ഇരിക്കുന്നത്. ആ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ നോവലിൽ അദ്ദേഹം നടത്തുന്നത്. തൻ്റെ അച്ഛൻ്റെ, തൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ സത്വവും
വ്യക്തിത്വവും തേടിയുള്ള യാത്രയാണ്. സ്നേഹത്തിലൂടെ തൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ച, സ്നേഹനിർഭരമാക്കിയ അമ്മയെ കണ്ടെത്താനുള്ള, അമ്മു ജോർജിന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഈ യാത്രയിലൂടെ അദ്ദേഹം തന്നെ തന്നെ കണ്ടെത്തുന്നു. ദ എൽസ്വേറിയൻസ്, ജി തയ്യിലിന്റെ ഡോക്യുമെന്ററി നോവൽ. ടി.ജെ.എസ്. ജോർജും അമ്മു ജോർജും മലയാളികളാണ്. പക്ഷേ അവരാദ്യമായി കാണുമ്പോൾ ടി.ജെ.എസ്. ജോർജ് ബോംബെയിൽ നിന്നും കേരളത്തിലെത്തി. അന്ന് മുംബൈ അല്ല, അന്ന് ബോംബെ ആണ്. അദ്ദേഹം വിമാനത്തിലാണ് കേരളത്തിലെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് അതൊരു അപൂർവതയായിരുന്നു. അന്ന് അദ്ദേഹം അമ്മു ജോർജിനെ ആദ്യമായി കാണാൻ കാരണം വിവാഹാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു. ടി.ജെ.എസ്. ജോർജ് അമ്മു ജോർജിനെ കാണുന്നു. ഉടൻ തന്നെ ആ വിവാഹം ഉറപ്പിക്കപ്പെടുന്നു. ഈ കൂടിക്കാഴ്ചയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ജി തയ്യിൽ തൻ്റെ നോവല് തുടങ്ങുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ കൂടിക്കാഴ്ച, അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം, അവരുടെ പ്രണയപർവ്വത്തിൻ്റെ തുടക്കം. പക്ഷേ ഈ നോവലിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ദ എൽസ്വേറിയൻസ് എന്നാണ്. എൽസ്വേർ, മറ്റെവിടെയോ, വേറെ എവിടെയോ. ലൈഫ് ഈസ് എൽസ്വേർ എന്നത് പ്രശസ്തമായ മറ്റൊരു നോവലിന്റെ പേരാണ്. അത് എഴുതിയത് മിലൻ കുന്ദേരയാണ്, ചെക്കോസ്ലാവേക്കിയയിൽ ജനിച്ച പ്രശസ്തനായ നോവലിസ്റ്റ്. ചെക്കോസ്ലാവേക്കിയയിൽ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെക്ക് ഭാഷയിൽ എഴുതുകയും ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന്, മിലാൻ കുന്ദേരയ്ക്ക്, ഫ്രാൻസിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. യഥാർത്ഥ ജീവിതം തേടി അലയേണ്ടി വന്നു. ഫ്രാൻസിന്റെ പൗരത്വം സ്വീകരിച്ച മിലാൻ കുന്ദേര തൻ്റെ അവസാന പുസ്തകങ്ങൾ എഴുതിയത് ഫ്രഞ്ച് ഭാഷയിലാണ്. 2 ഭാഷയിൽ എഴുതേണ്ടി വന്ന വ്യക്തി, 2 പൗരത്വങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന വ്യക്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്ന മിലാൻ കുന്ദേരയ്ക്ക് പാർട്ടിയുടെ ആശയങ്ങളോടും ആദർശങ്ങളോടും വഴിപിരിയേണ്ടി വന്നു. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ, സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടി വന്നു. എതിരാളികളുടെ ശബ്ദം ഒരിക്കലും ഉയരാതിരിക്കാൻ എന്നും പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെക്കോസ്ലാവേക്കിയയിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കൂടിയതോടുകൂടിയാണ് മിലാൻ കുന്ദേരയ്ക്ക് ഫ്രാൻസിലേക്ക് പോകേണ്ടി വന്നത്, ഫ്രഞ്ച് ഭാഷ പഠിക്കേണ്ടി വന്നത്, ഫ്രഞ്ച് ഭാഷയിൽ തൻ്റെ പുസ്തകങ്ങൾ എഴുതേണ്ടി വന്നത്. ചെക്കോസ്ലാവാക്യ അദ്ദേഹത്തിൻ്റെ പൗരത്വം തന്നെ റദ്ദാക്കി. ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ച് മിലാൻ കുന്ദേര ജീവിച്ചു, എഴുതി, ലോക പ്രശസ്തനായി. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മിലാൻ കുന്ദേര പ്രശസ്തനായതോടുകൂടി ചെക്കോസ്ലാവാക്യ അദ്ദേഹത്തിൻ്റെ പൗരത്വം വീണ്ടും കൊടുത്തു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പൗരത്വം എന്ന സങ്കുചിതമായ കാഴ്ചപ്പാടിനപ്പുറം ലോക പൗരനായി മിലാൻ കുന്ദേര മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോകം ഏറ്റെടുത്തു. മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടം ഈ ലോകം ഏറ്റെടുത്തു. മിലാൻ കുന്ദേര ഫ്രാൻസിലായിരിക്കുമ്പോൾ ചെക്കോസ്ലാവാക്യയെ ഓർമ്മിക്കുന്നു. ജീവിതം അവിടെയാണ്. ചെക്കോസ്ലാവാക്യയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനറിയാം തൻ്റെ യഥാർത്ഥ ജീവിതം, സ്വാതന്ത്ര്യമുള്ള ജീവിതം മറ്റെവിടെയോ ആണ്. ലൈഫ് ഈസ് എൽസ്വേർ. മിലാൻ കുന്ദേര ലൈഫ് ഈസ് എൽസ്വേർ എന്ന് പറയാൻ കാരണം ഈ 2 രാജ്യങ്ങൾക്കും, 2 പൗരത്വങ്ങൾക്കും, 2 ഭാഷകൾക്കും ഇടയിൽ അദ്ദേഹം നേരിട്ട അസ്തിത്വ പ്രതിസന്ധിയാണ്. ജി തയ്യിലും ഇതേ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. കേരളത്തിൽ മൂവാറ്റുപുഴയിൽ, മാമലശ്ശേരിയിൽ 3 പുഴകൾ ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥാനത്ത് ആനീത്തോട്ടം എന്ന വീട്ടിലാണ് ജി തയ്യിൽ ജനിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിന് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു, ഹോങ്കോങ്ങിലേക്ക് പോകേണ്ടി വന്നു, ന്യൂയോർക്കിലേക്ക് പോകേണ്ടി വന്നു. ജർമ്മൻ നഗരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു, ഫ്രാൻസിലൂടെ സഞ്ചരിച്ചു. ലോകത്തിലെ പല നഗരങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ മാത്രം പൗരനല്ലാതെ, ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ മാത്രം മകനല്ലാതെ, ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന വ്യക്തിയല്ലാതെ ലോക പൗരനായി അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു. ഓരോ ഇടത്തെത്തുമ്പോഴും അദ്ദേഹത്തിന് അറിയാം, ഇവിടെയല്ല ലൈഫ് ഈസ് എൽസ്വേർ, മറ്റെവിടെയോ. പിതാവിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദേശ യാത്രകൾ, വിദേശ ജീവിതങ്ങൾ. പക്ഷെ പിന്നീട് അദ്ദേഹവും അതേ ജീവിതം തന്നെയാണ് സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ, ഒരു നഗരത്തിലെ
4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടാൻ അദ്ദേഹം തയ്യാറായില്ല. നിരന്തരം യാത്ര ചെയ്തു വിപ്ലവത്തിന്റെ ജീവിതം ജീവിച്ചു. അത് ആശയങ്ങളുടെ വിപ്ലവമായിരുന്നില്ല, ആന്തരിക വിപ്ലവത്തിന്റെ കാലമായിരുന്നു. ജീവിതം മറ്റെവിടെയോ എന്നും തേടാൻ വിധിക്കപ്പെട്ട ഒരു തലമുറയുടെ പ്രതീകം കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ നോവലിന് ദ എൽസ്വേറിയൻസ് എന്ന വിചിത്രമായ അതേസമയം സങ്കീർണമായ പേര് ജീത്തയിൽ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവല് നാർക്കോപോളിസ് ആണ്. അത് ബോംബെ കേന്ദ്രീകരിച്ചാണ്. ബോംബെയാണ് അതിന്റെ അടിസ്ഥാന പ്രമേയം. ആ നോവൽ തുടങ്ങുന്നത് ബോംബെ എന്ന വാക്കിലാണ്, അവസാനിക്കുന്നതും ബോംബെ എന്ന വാക്കിൽ തന്നെ. അതിനുശേഷം 2 നോവലുകൾ കൂടി ബോംബെയുടെ പശ്ചാത്തലത്തിൽ ജീത്തയിൽ എഴുതി. ഒരു നോവൽ ത്രയം അദ്ദേഹം പൂർത്തീകരിച്ചു. ബൈബിളിലെ സ്ത്രീകളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് നെയിംസ് ഓഫ് ദ വിമൻ എന്ന ഒരു നോവൽ കൂടി പുറത്തിറക്കിയതിന് ശേഷമാണ് സ്വന്തം ജീവിതത്തിലേക്ക് അക്ഷരങ്ങളുടെ ക്യാമറ അദ്ദേഹം തിരിച്ചു വെച്ചത്. TJS ജോർജിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, അമ്മു ജോർജിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, അതിലൂടെ സ്വന്തം ജീവിതത്തെ തന്നെ അദ്ദേഹം പുനർനിർവചിച്ചത്. പുഴയുടെ തീരത്ത് ജനിച്ച ജീത്തയിൽ ജലം കൊണ്ട് മുറിവേറ്റ വ്യക്തി കൂടിയാണ്. TJS ജോർജുമായിട്ട്, തൻ്റെ പിതാവുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. TJS ജോർജ് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ മകനുമായിട്ടും അദ്ദേഹം വളരെ കുറച്ചു മാത്രമാണ് സംസാരിച്ചത്. TJS ജോർജ് എന്ന അതുല്യനായ പത്രപ്രവർത്തകന്റെ ഉജ്ജ്വലമായ വ്യക്തിത്വത്തിൻ്റെ ചില അംശങ്ങൾ, ചില അധ്യായങ്ങൾ ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയും. അകന്നു നിന്ന് തൻ്റെ പിതാവിനെ അദ്ദേഹം നോക്കുകയാണ്. അപൂർവമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീത്തയിലിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. പരസ്പര ബഹുമാനത്തിൻ്റെ നിറച്ചാർത്തിലാണ് TJS ജോർജിൻ്റെ ജീവിതം ജീത്തയിൽ ഇവിടെ എഴുതുന്നത്. പക്ഷേ അമ്മയുമായിട്ട് അദ്ദേഹത്തിന് വളരെ ഉറ്റ ബന്ധമുണ്ടായിരുന്നു, അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ബ്രഷ് കൊണ്ടാണ് അമ്മു ജോർജിൻ്റെ ജീവിതം ജീത്തയിൽ ഈ നോവലിൽ വരയ്ക്കുന്നത്. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹ നിർഭരമായ ജീവിതത്തിൻ്റെ സുവർണ അധ്യായങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ പുസ്തകം. അവസാന കാലത്ത് ക്യാൻസർ ബാധിച്ച് മരണവുമായിട്ട് അമ്മ മല്ലിടുമ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ജീത്തയിൽ. ബോധം മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അമ്മു ജോർജ് തൻ്റെ മകനോട് സ്നേഹത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആർ യു ഓൺ ഡ്രഗ്സ്? ആർ യു ഓൺ ഡ്രിങ്ക്സ്? എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമോ? ഓരോ ചോദ്യവും ജീത്തയിലിൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള കൂരമ്പുകൾ പോലെ തറയ്ക്കുകയായിരുന്നു. നീ ഇപ്പോഴും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ? നീ കൂടുതലായിട്ട് മദ്യപിക്കുന്നുണ്ടോ? എനിക്കിനിയും എത്ര നാള് ഈ ലോകത്ത് തുടരാൻ കഴിയും? എനിക്കിനിയും എത്ര നാള് നിന്നെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും? ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുമോ? വരാൻ പോകുന്ന പുതുവർഷപ്പിറവി എനിക്ക് കാണാൻ കഴിയുമോ? നിഷേധാർത്ഥത്തിൽ സ്നേഹത്തോട് ജീത്തയിൽ മറുപടി കൊടുത്തു. കാരണം ജീവിതത്തിൽ ഞാൻ ഒരു ചീത്ത മകനായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മുടിയനായ പുത്രനെ പോലെ ജീവിച്ചു. അവസാന കാലത്ത് തിരിച്ചു വന്നു. സ്നേഹനിർഭരമായി അമ്മയുടെ അടുത്ത്, തൻ്റെ പിതാവിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു നല്ല മകനെ പോലെ ജീവിച്ചു. ആ സ്നേഹത്തിൻ്റെ നിറമുള്ള ഓർമ്മകൾ ഈ പുസ്തകത്തെ സമ്പന്നമാക്കുന്നു. അമ്മു ജോർജിൻ്റെ ചിതാഭസ്മം മൂവാറ്റുപുഴ ആറിൽ അലിഞ്ഞ് ചേരാൻ കാരണം ജീത്തയിലാണ്. അദ്ദേഹമാണ് ആ ചിതാഭസ്മം കേരളത്തിലെത്തിച്ചത്, മൂവാറ്റുപുഴ ആറിൻ്റെ ഓളങ്ങളിൽ ഒഴുക്കിവിട്ടത്. അതൊരു പുഴയായി മാറുന്നു, അതൊരു കടലായി മാറുന്നു, അതൊരു ജലരാശിയായി മാറുന്നു. അത് ജീവന്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെയായി മാറുന്നു. ജീത്തയിൽ അമ്മയെ ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു, ജലത്തിൻ്റെ ഓരോ സ്പർശത്തിലൂടെയും. അത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. ഒരു നോവലാണ്, ജീവചരിത്രമാണ്, ആത്മകഥയാണ്, ഭാവനയുടെ മനോഹരമായ പുനഃസൃഷ്ടിയാണ്. അപൂർവമായി മാത്രമാണ് ഇത്തരം സൃഷ്ടികൾ എഴുതപ്പെടുക. അത് വായിക്കാൻ കഴിയുന്നതും അപൂർവമായ ഒരു ഭാഗ്യം തന്നെയാണ്.